യാ റസൂലല്ലാഹ്, എന്നാൽ അവിടുന്നോ അങ്ങ് ഒന്നും തന്നെ മറന്നില്ല ഹബീബേ. അവിടുത്തെ തിരുനോട്ടത്തിൽ അനുരക്തനായ ആ ചെറിയ മേഘം കൊതിയോടെ അങ്ങയെ തന്നെ നോക്കി നിന്നു തങ്ങളെ. വെണ്ണിലേക്ക് നോക്കി നിന്ന ആ അതുല്യ മനോഹര നേത്രങ്ങൾക്കു വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തെ പറിച്ചു തരാൻ തയ്യാറാണ് ഹബീബേ. അവിടുത്തെ തിരുനോട്ടം ആ ചെറുമേഘത്തെ വളർത്തിയല്ലോ സയ്യിദി. വളർന്നു വളർന്ന് അത് കാരുണ്യത്തിൻ്റെ മഴ വർഷിക്കാൻ തുടങ്ങി. ബനു സഅദ് സന്തോഷത്തിൻ്റെ പേമാരിയിൽ മതിമറന്നുപോയി ഹബീബേ. പക്ഷേ പലർക്കും അറിയില്ലായിരുന്നു മഴയ്ക്ക് കാരണമെന്തായിരുന്നുവെന്ന്. അവർക്കറിയില്ലായിരുന്നു അവിടുത്തെ സംരക്ഷകൻ ആരാണെന്ന്. ആരാണ് അവിടുത്തെ അനാഥരായി തിരഞ്ഞെടുക്കുകയും പരിപാലിക്കുകയും ചെയ്തതെന്ന്. ആരാണ് അങ്ങയെ ലോകത്തിന് അനുഗ്രഹമായി അയച്ചതെന്ന്. അവർക്ക് പലതും അറിയില്ലായിരുന്നു, അങ്ങ് ആരാണെന്ന് പോലും, ആ കുഞ്ഞു മേഘമൊഴികെ. പ്രിയപ്പെട്ട ഹബീബേ, അനുരാഗിയായ ആ ചെറുമേഘത്തെ പോലെയാവാൻ ആശിക്കുന്ന ഒരു ഹൃദയം ഞങ്ങളിലുണ്ട് തങ്ങളെ. അവിടുത്തെ ഒരു തിരുനോട്ടത്തിനായി കൊതിച്ച് അവിടുത്തെ വാത്സല്യം നുകരാൻ ആശിക്കുന്ന ഒരു കൊച്ചു ഹൃദയം. ഈ ഹൃദയത്തിൻ്റെ തുടുപ്പും താളവുമെല്ലാം അവിടുത്തെ കുറിച്ചെഴുതുന്ന വരികളിലെ പ്രണയമാണ് ഹബീബേ. അവിടുത്തെ മദിഹിൻ്റെ പ്രഭ കൊണ്ട് ഇഷ്കിൻ്റെ ലോകം ദർശിക്കുക എന്ന എൻ്റെ അഭിലാഷം അവിടുന്ന് കാണാതെ പോകരുതേ സയ്യിദി. എനിക്കെഴുതുവാൻ മാത്രമേ അറിയുകയുള്ളൂ ഹബീബേ. പക്ഷേ അങ്ങേ എഴുതുവാൻ എൻ്റെ അറിവ് പരിമിതമാണു താനും. ആ തിരുദർശനം ലഭിക്കുന്ന മാത്രയിൽ ആശിഖീങ്ങൾ അവരുടെ അനുരാഗം മദ്ഹായി പൊഴിക്കുമ്പോൾ അവിടുത്തെ ഉമ്മത്ത് എന്ന സൗഭാഗ്യം മാത്രം പഴുതാക്കിക്കൊണ്ട് ഇടറുന്ന വാക്കുകളെ നെഞ്ചിലൊളിപ്പിച്ച ഈ പാപിക്കും ദൂരെ നിന്നും അങ്ങയെ ദർശിക്കാനാവുമോ ഹബീബേ? കൊതിയോടെ ഞാൻ കാത്തിരിക്കുകയാണിവിടെ. അവിടുന്ന് എന്നെ കാണാതെ പോകരുതേ സയ്യിദി.